Yes, sit down, sit down. Good morning, dear students. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ ആദ്യമേ എല്ലാവരോടും പറയുവാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. കേറിക്കോട്ടെ. താങ്ക് യു സർ. 10 മണി കഴിഞ്ഞു. ഇനി എക്സാം എഴുതാൻ ആര് വന്നാലും ഞാൻ കയറ്റില്ല. അറിയാമല്ലോ, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, എന്റെ ഈശ്വരാ. അങ്ങോട്ട് പാസ് ചെയ്തോളൂ. അവിടെ കൊടുക്കൂ. പിന്നെ പരീക്ഷയ്ക്ക് തുണ്ടോ ഗൈഡോ നോട്ടോ വല്ലതും വച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് നടക്കില്ല. കയ്യോടെ ഞാൻ പൊക്കിയിരിക്കും. അവിടെ അങ്ങോട്ട് കൊടുക്ക. അപ്പൊ ആരുടെയും ഒന്നുമില്ലല്ലോ. എന്തേലും കാര്യം ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൊക്കിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഭാവി കട്ട പുറത്തായിരിക്കും. ഒരു ദാക്ഷിണ്യവും എന്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കില്ല. പറഞ്ഞല്ലോ. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. Excuse me, sir. Yes. May I come in, sir? അനിയ, നിനക്ക് സ്ഥലം തെറ്റി. ഇതേ മെഡിക്കൽ കോളേജല്ല, എക്സാമിനേഷൻ ഹാളാ. അറിയാ സാർ. ഓഹോ, എൻട്രൻസ് എക്സാം എഴുതാൻ വന്നതാ. എന്നിട്ട് എന്താ ഈ കോലത്തിൽ എന്നല്ലേ സാറ് ആലോചിക്കുന്നേ? അതെ, 60 കിലോമീറ്റർ സ്പീഡിൽ പോകാനാവുന്ന റോഡിൽ കൂടി ഞാൻ വെറും 40 കിലോമീറ്റർ സ്പീഡിൽ വരുക. അപ്പൊ പെട്ടെന്നൊരു പാട്ടി കുറുകെ ചാടി. പട്ടിയോ? പട്ടിയല്ല സാർ, പാട്ടി പാട്ടി. ഓ, എന്നിട്ട് ഞാനൊന്നും നോക്കിയില്ല, ബൈക്ക് വെട്ടിച്ചങ്ങ് മാറ്റി. പാട്ടി സേഫായി. പക്ഷെ ബൈക്ക് ചെറലി കയറി സ്കിഡായി. ഞാൻ ഈ കോലത്തിലുമായി. ഡോക്ടർ അഡ്മിറ്റ് ആവാൻ നിർബന്ധിച്ചതാ. പക്ഷെ എനിക്ക് എക്സാം എഴുതണം സാർ. ഇദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്. ഒന്നുമല്ലെങ്കിലും നീ ഒരു ജീവൻ രക്ഷിച്ചില്ലേ? അതെ അതെ. ഇവനിന്ന് എക്സാം എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് കൊന്നു. എന്റെ അളിയ, ഈ ആദ്യം ഒരു കാര്യം തീരുമാനിച്ചതാ. ഏത് മാർഗം ഉപയോഗിച്ചും അത് ഞാൻ നടത്തിയെടുക്കും. ഇതിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അതെ, എന്റെ പേന. അപ്പൊ അത് നീയായിരുന്നല്ലേ? ഞാൻ പിന്നെ ഞാനല്ലേ ആവൂ. നീ ഒരു പെരുങ്കള്ളനാന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. പക്ഷെ ഇങ്ങനൊരു ഭൂലോക ഉടായിപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫൂലോ ഉടായിപ്പന്നിട്ട് മറ്റവൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഫൂ അല്ലടാ, ഭൂലോകം. നിന്നെയൊക്കെ ആരെ മലയാളം പഠിപ്പിച്ചത്? ഇവനെ പോലെ ഒരു തെമ്മാടിക്ക് പരീക്ഷ എഴുതാനാണല്ലോ എന്റെ പൂജിച്ച പേന ഞാൻ കൊടുത്തത്. ഈശ്വര, എന്റെ പേന തട മരത്തലയാ. ഇപ്പൊ തരാടി. നിന്റെ പേന എടുക്ക്. എടോ, മര്യാദക്ക് വന്ന് പരീക്ഷ എഴുതിട്ട് പോകാനിരുന്ന എന്നെ ഈ അവസ്ഥയിലാക്കിയത് നീയല്ലടി മാരമാഹുറി. എന്തായാലും നീ പറഞ്ഞ 5 സ്റ്റാർ വള്ളി കൊള്ളാം. വള്ളിയോ? ഏതോ പട്ടിക്കാട്ടിന്ന് കുറ്റിയും പറിച്ചു വന്ന് ഈ ക്യാമ്പസില് ആളാകാൻ നോക്കണ്ട. ഇതേ ഞങ്ങളുടെ ക്യാമ്പസാ. ഭീഷണി അല്ലേ?
നിന്നെ കുറിച്ച് ഞാൻ പ്രിൻസിപ്പലിന് പരാതി കൊടുക്കും. ഇപ്പൊ തന്നെ നിന്റെ ആക്സിഡന്റിന്റെ കള്ളക്കഥ പൊളിച്ചടുക്കും. കംപ്ലൈന്റ് ചെയ്യാൻ നിനക്ക് അവന്റെ പേരറിയോ? തന്റെ പേരെന്താ? ദാമു. വെറും ദാമു അല്ല, ദശമൂലം ദാമു. എന്റെ ബാലഗോപാലനെ എണ്ണ തെറ്റിക്കും പമ്പാടി. എന്നും ഇങ്ങനെ കഴുകി തുറച്ചു വെക്കുന്നല്ലാതെ ഈ കാറിനൊരു അനക്കമില്ലല്ലോ സാറേ. വല്ലപ്പോഴും ഒന്ന് റോഡിൽ ഇറങ്ങണമെന്ന് ഇതിനൊരു ആഗ്രഹം ഉണ്ടാവൂലേ? കഴിഞ്ഞ മാസമല്ലേ ഇത് റോഡിലിറങ്ങിയത്? സമഗ്ര സംഭാവനയ്ക്കുള്ള മ്യൂസിക് ഫെഡറേഷൻ അവാർഡ് വാങ്ങാൻ ഞാൻ പോയത് ഏത് കാറിലായിരുന്നു വർഗീസേ? ഓ, ജോലി നടക്കട്ടെ. എന്താടാ പതിവില്ലാതൊരു വായന? അല്ല, അത് നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ? അല്ല, അത് ചേച്ചിയുടെ കാര്യം മുത്തശ്ശ. മുത്തശ്ശ, ഇപ്പൊ ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ. നിന്റെ അല്ലല്ലോ, അമ്മുന്റെ അല്ലേ? അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ കല്യാണത്തിന് ചേച്ചിയുടെ മൈൻഡ് ഒട്ടും സെറ്റല്ല. മുത്തശ്ശന്റെ തീരുമാനങ്ങളെ ഞാൻ ചോദ്യം ചെയ്യാൻ തോന്നരുത്.